ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷാഡോ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, സൈഡിലൊന്നും കാണാനില്ല അല്ലേ? യെസ് ഗായ്സ്, നമ്മൾ ഫോണിൽ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കീബോർഡും മൗസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. യെസ്, ഫൈനലി ഇപ്പോൾ എത്തിയുള്ളൂ, സംഭവം ഇപ്പോൾ എത്തിയുള്ളൂ. ഇപ്പോൾ പിന്നെ നമുക്ക് പണി തുടങ്ങാം. നമ്മൾ ഇന്നത്തെ ഗോൾ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ മൗസൊക്കെ കണക്റ്റ് ആക്കി. അത് കഴിഞ്ഞപ്പേ ഞാൻ ഇൻവെർട്ടർ എടുത്ത് കാണിച്ചിട്ട് മൗസിൻ്റെ പടം കണ്ടോ? മൗസ് ഇതിങ്ങനെ കാണിക്കണത് ഒരു വട്ടം കുത്തു മാത്രം, പക്ഷെ എടുത്ത് മാറ്റാനൊക്കെ വരുന്നുണ്ട്. കണ്ടോ? മാറ്റാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ എന്താ ഇങ്ങനെ കാണിക്കാൻ എനിക്ക് മനസ്സിലായില്ല. അപ്പം എന്തിലാവട്ടെ, നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം നമ്മൾ നിർത്തിവെച്ച് പോയത് ഇവിടെയല്ല, പക്ഷെ തമ്മനയിൽ വേറെ എടുത്തു അല്ലേ? രാത്രി ആവുണ്ടല്ലോ, രാത്രി അത് തുടങ്ങാൻ പറ്റുമോ? ഫുഡും ഇല്ല. എന്തോ കണ്ടോ ഈ സാധനം എനിക്ക് ഇത് എന്തോ പോലെ. ബാക്കിയൊക്കെ നോർമലാണ്. കാണിച്ചു തരാം. കീബോർഡ് മൗസ് തന്നെയാണ്. കണ്ടോ? നമുക്ക് ബട്ടൺസ് ഒന്നും കാണില്ലല്ലോ. ബട്ടൺസ് വരുത്തണമെങ്കിൽ ഡിസ്പ്ലേ പിടിച്ചാൽ ഞെക്കി വയ്ക്കിയാൽ മതി. ഇപ്പോൾ നോർമൽ ബട്ടൺസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അയ്യോ, നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ കാര്യമൊന്നും ചെയ്തില്ല. എനിക്ക് നടന്നുപോയി, സമയം കിട്ടിയില്ല. അപ്പം എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ നമുക്ക് വില്ലേജേഴ്സിൻ്റെ ഫാമില്ലേ, അവിടെ പോയിട്ട് കുറച്ച് മൂന്നേ ഹാർട്ട് അമ്മേ ചാവും. ബീട്രൂട്ടല്ല, ക്യാരറ്റ് ഉണ്ടോ നോക്കാം. ഇതെൻ്റെ മരണത്തിലേക്കുള്ള വഴിയാണ് ഗുയ്സ്. എൻ്റെ മരണം കേട്ടോ, എൻ്റെ മരണത്തിലേക്കുള്ള വഴിയാണെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. അങ്ങോട്ടേക്ക് എൻ്റെ പൊന്നെ, ജസ്റ്റിസ് ചാവന് കുറച്ച് നേരം കൂടെ എത്തി. ഇതിനകത്തെന്താ ക്യാരറ്റും നടുവില് ഇപ്പൊ ചത്തേനെ പീസ. എന്തുവാടെ ഇങ്ങനെ? ഞാനിപ്പോൾ ടാബ് നേരെ സ്റ്റാൻഡ് വല്ല നേരല്ല വെച്ചേക്കണേ, പരത്തി വെച്ചേക്കണ അടിയിൽ. പിന്നെ കുമ്പിട്ട് നോക്കണം, എടുക്കണോ? പിന്നെ ജാവയുടെ ഇതൊക്കെ നൈസായിരിക്കും, വൈബായിട്ടായിരിക്കും ഞാൻ വരാൻ പോണേ. പക്ഷെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂടാ, മൗസിൻ്റെ പ്രശ്നം. പിന്നെ വേറെ കാര്യം, നമ്മുടെ എൻ്റെ മറ്റേ സ്കിൻ പോയി. ഞാൻ പണ്ടത്തെ ജാവയിലുണ്ടായില്ലേ, ആ സ്കിന്ന് പോയി. ഇപ്പം എൻ്റെ കയ്യിൽ പുതിയ സ്കിൻ എടുത്തു, പക്ഷെ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ള. ഞാൻ അറിയാണ്ട് ആഡ് ചെയ്യണ സമയത്ത് ഗാലറി പിടിച്ചേക്കി, 2 വട്ടം ഗാലറി പിടിച്ചേക്കി. പിന്നെ ഞാൻ ചേഞ്ച് നോക്കുമ്പോൾ മറ്റേ ഫയൽസിൻ്റെ ഓപ്ഷൻ കാണിക്കല്ല. ഫയൽസിൽ പിടിച്ച് ഞെക്കിയെങ്കിൽ ഇപ്പോൾ സ്കിന്ന് കറക്റ്റായിട്ട് കിട്ടിയാണ്. എൻ്റെ മണ്ടത്തരം അല്ലാണ്ട് പിന്നെ വേറെ ഓടോ, ഞാനും മണ്ടത്തരം ചെയ്തു വീണ്ടും. നമുക്ക് ആ ക്യാരറ്റ് ഉണ്ടായിരുന്നോ? എന്ത് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ? ജോലിയൊക്കെ എടുക്ക്. അല്ലേ വണ്ടിക്ക് ഉണ്ടാകുന്നേ, എനിക്കല്ല പ്രശ്നമൊന്നുമില്ല. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ സംഭവങ്ങളൊന്നുമില്ല, അതാണ് പ്രശ്നം. അടാ നടു സെക്കൻഡേ തിരിക്കുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പോയി സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവില്ല.
ഗൈസ് നമ്മൾ ഇനി എന്ത് ചെയ്യും? എടാ എന്ത് രസമാടാ കളിക്കാൻ. ഞാൻ ബെഡ്റൊക്കെ ആദ്യമായിട്ടാ ഇങ്ങനെ കളിക്കണേ. ഇനി തൊട്ട് വീഡിയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഓ നമ്മുടെ ഈ പണി തീർന്നു. നമുക്ക് ഇന്ന് ഡയമണ്ട് സെറ്റ് ആക്കണോന്ന് ചോദിച്ചാൽ ആക്കണ്ട. നമുക്ക് ഇന്ന് കുറച്ച് മൈനോ അത് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെയൊക്കെ എന്ത് കൊടുക്കുമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. എന്ത് കൊടുക്കണമെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഓ പിന്നെ നമുക്കിന്ന് കുറച്ച് ലെതർ വേണം. ലെതർ നമ്മൾ സീഡില്ല. കുറച്ച് ഇന്ന് കൗ ക്രഷർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളില്ല പ്രശ്നം. അതിനൊക്കെ ആവശ്യമുള്ള തന്നെയാണ് ഉള്ളത്. ലെതറൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. അതോട്ടെ നമുക്ക് എന്താണ് എന്തായിരുന്നു മറന്നല്ലോ. മൈനിങ് മുഖ്യം. നമ്മുടെ 14 എണ്ണുണ്ട്. അവിടെ കൂടെ റാബിറ്റൊക്കെ ഉണ്ടാവും. 14 എണ്ണം ഉണ്ട്. ഇപ്പം നമുക്ക് അതുകൊണ്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. പിന്നെ സോഡ് നമ്മുടെ ഉണ്ട് 2 എണ്ണം. 2 അയൺ സോഡ് ഉണ്ട്. അപ്പോൾ അതിട്ട് അതും ഫസ്റ്റ് ഷീൽഡ് ഉണ്ടാക്കാം അല്ലേ? നോക്കാം. നല്ല സ്റ്റോൺ ഉണ്ടോ? ഓക്കെ സ്റ്റോൺ ഉണ്ട്. അതും കൊണ്ട് ഫസ്റ്റ് കുറച്ച് അവിടെ പച്ചപ്പാട് വരില്ല. ഓക്കെ ഒരു ഫർണസ് അതുണ്ടാക്കി കയ്യിൽ വെച്ച് ആ സാധനം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഫസ്റ്റ് ഇത് കുറച്ചുകൂടെ വയ്ക്കാം. സാധനം കാശില്ല. ചെയ്യുന്നൊക്കെ എല്ലാം കളയാം. എന്നിട്ട് നമുക്ക് ഇനിയും അതെന്ത് സംഭവം ഫർണസ്. ഓക്കെ ഒന്നും വേണ്ട. 1 2 3 4 4 മതി. 4 കൊടുത്തുണ്ട്. 4 ആവശ്യം വരും എനിക്കറിയില്ല. തിരിഞ്ഞായി. ഒരെണ്ണം കൂടിയല്ലേ. ഒരെണ്ണം കൂടി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം പെട്ടെന്ന് ഉണ്ടാക്കും. എന്ത് സ്പീഡാ. ഞാൻ കളിക്കുമ്പോൾ എന്ത് സ്പീഡാ. ഇതും പിന്നെ അയൺ കുറച്ച് അയൺ കൂടി ഇട്ട് അവിടെ പിന്നെ വലിയ പ്രശ്നം ഫുഡിലാണ് ഞാൻ. 1 മിനിറ്റ് 15 പൊട്ടാറ്റ ഉണ്ട്. അതും കൊണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കണ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇതിനകത്ത് ഗോൾഡൻ ആപ്പിളും ഈ ഗോൾഡും ഈ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. ഓക്കെ ഗുയ്സ് സോഡ് ഉടയ്ക്കും. അതിനിങ്ങോട്ട് ഉടക്കോട്ടെ. ഓക്കെ എന്ത് തിരിയാത്ത ലാഗുണ്ടോ എനിക്കറിയില്ല. എടാ അതേടെ വീണ്ടും കയറി. ഇങ്ങോട്ട് ഷോർട്ടാക്കി വരുമ്പോൾ ഉമ്മയ്ക്ക് കയറാൻ പറ്റുമോ? ഫ്ലിഞ്ച് ആൻഡ് സ്റ്റീൽ യെസ് ഉണ്ട്. ആ സാധനം എന്ത് കൊച്ചിച്ചോട്ടോ. എനിക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഓരോരുത്തർക്ക് പറഞ്ഞാണ്, ഓരോരുത്തർക്ക് പറയാം. സബ് ഇതിൻ്റെ സെൻറ്ററാണ് ഇപ്പം ഇത്. ഇതിൻ്റെ ഇപ്പം ഇവിടേക്ക് നമുക്ക് ഒരു ബ്രൗൺ ഉണ്ടാക്കാം. എന്തായാലും കുറച്ച് ശേഷം വരും.
ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഒന്നല്ല കേട്ടോ, 2 ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. കറക്റ്റ് ഇത് വെട്ടി കൈക്കൊണ്ടാകാം. പൊട്ടി. രണ്ടെണ്ണം കൂടി വേണം. ഓ കഷ്ടപ്പെടല്ല, രണ്ടെണ്ണം കൂടി വേണം. ഒന്നെന്റെയും കൂടി ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ ഉണ്ട്, ഒരെണ്ണത്തിൻ്റെയും കൂടി ഉണ്ടാക്കണം. പിന്നെ ബാക്കി ഷീൽഡിനും വേണം. നാളെ കുത്തുന്താ വട്ടത്തിൽ തന്നെ ബാക്കി ആൾക്കാരുടെ ഇത് ബോറാണോ? എന്തിനാട്ടെ, ഫുഡില്ല. എവിടെ ഓ ഫുഡില്ല, 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 ഫുഡില്ല. ഇവിടെ അല്ല ഫുഡ്, കോളെടുത്ത് ചാവും. ഫുഡ് യെസ്, നമ്മുടെ അയൺ ആയിട്ടുണ്ട്. അതിനടുത്ത് ബാക്കിയുള്ളത്, അയ്യോ വെയിറ്റ് വെയിറ്റ്, കോൾ ആവശ്യമുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ടാവുമെങ്കിൽ ആയിക്കോ, വേണ്ട നമുക്ക് അപ്പുറത്തിടാം. വെറുതെ നിർത്തിക്കോ, നല്ല കാര്യം. അപ്പോൾ ഷീൽഡ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എടാ നമ്മുടെ ഓൾറെഡി ലെഗിൻസ് ഉണ്ടോ? ഓ 2 വട്ടം ഞെക്കണോ? ലെഗിൻസ് ഇല്ല, ലെഗിൻസിനുള്ളതുണ്ട്. ഹെൽമെറ്റും കൂടി ഉണ്ടെങ്കിൽ സെറ്റ്. ഓ ഓ സെറ്റ്, ഹെൽമെറ്റിനും കൂടെ ഉള്ളതുണ്ട്. നമ്മളങ്ങനെ ഫുള്ളല്ലല്ലോ. ഓ എടാ അതിനുള്ള ഇല്ലടാ. മൊത്തം ആക്കി ഞാൻ ബുക്ക് നടുവേക്കണോ? അയ്യോ ഓക്കെ എങ്കോ നമ്മുടെ വീട് കുഴപ്പമില്ലല്ലേ? ഞാൻ ഓഫ് ക്യാമിൽ ചെറിയ ബ്ലസത്തിൻ്റെ സാധനമൊക്കെ എടുത്തു അവിടെയൊക്കെ. നമുക്കൊന്ന് ലൈവ് കേവ് മൈനിങ് പോവാം. പന്നിക്കുട്ടി അതിലേക്ക് പന്നിക്കുട്ടി. അപ്പം നമുക്ക് ബെഡ്റൂക്ക് ആയതുകൊണ്ട് സ്പോണിങ് കൂടില്ല. നമുക്കിപ്പോൾ കുറേ പന്നിക്കുട്ടികളും കുറേ ഫുഡ് കിട്ടും. അടുത്ത ആട് ഇതയണല്ലേ? സോഡ് നമുക്ക് കാശ് മുടക്കില്ലാണ്ട് എന്താ പിക്കാക്സ്, അതും അയൺ പിക്കാക്സ് ഇവിടെ കിട്ടും. എടുത്ത് തന്നിട്ട് ഓ എനിക്കറിയില്ല, ആവശ്യമില്ലാത്ത സാധനം വെക്കണമെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഓരോ ഈ സാധനം കത്തൂലേ? നിൽക്കട്ടെ വീട്ടിൽ പോയോക്കട്ടെ. മറ്റേ കുക്കായി തീർന്നെങ്കിൽ ഞാൻ ചാവും.
ഓടാ തീർന്നു. ഓടാ ഷിറ്റ്. കത്തോ എനിക്കറിയില്ല. ഉണ്ട് ഇവിടെ നമ്മുടെ ഈ സാധനം ഉണ്ട്. ഈ സാധനം കത്തോ ഇല്ലെന്ന് പറയാം. കത്തും. ഗൂയ്സ് നമുക്ക് എന്തായാലും ഇപ്പം മനിനാം. മനി ഇങ്ങനെ പോണേക്ക് മുമ്പ് കുറച്ച് ടോർച്ച് ഉണ്ടാക്കി കൈ പിടിക്കുക. അതായിരിക്കും കുറച്ച് ബെറ്റർ. 30 ആൾക്കാരത്തേക്ക് മതി. ഒന്നെങ്കിൽ സ്ട്രിപ്പ് മൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് ബാക്കിൽ കേവുണ്ട്. നമ്മളിങ്ങനെ ഇത്രയും കഷ്ടപ്പെടണ. പിന്നെ കുറച്ച് ബ്ലോക്സും കയ്യിലെടുത്ത് വയ്ക്കാം. പിടിച്ചിട്ടെ. ഓക്കെ ഗുയ്സ്, നമുക്ക് എന്തായാലും പോവാം. നമ്മളങ്ങനെ സ്ഥലത്ത് ബ്ലോക്കിന് എന്താ സൗണ്ട് കേട്ടാ? എന്നൊക്കെ എന്താ സൗണ്ട് കേട്ടു? ഗൈസ് ഇവിടെ ഫുൾ ഫോഗിയാണ്. ഹായ് എടാ, എന്നിട്ട് മുള്ളു പോലെ അല്ലേ ഇരിക്കണേ? അയ്യോ ചത്തോ? കണ്ണും കണ്ടൂടാ. ഓ ഷിഫ്റ്റാണല്ലോ ഇതിൻ്റെ. അമ്മ ക്രീപ്പർ അണ്ണാച്ചി കൊഞ്ചം ഇട്. എൻ്റെ ടോർച്ച് കളഞ്ഞ് നിന്നെ കൊല്ലൂടെ ഞാൻ. ഓരോ എന്നാലും എനിക്കൊരു സീനില്ല, ഞാൻ ചാവും. ഇവിടെ മൊത്തം ഇതേ ഉള്ളൂ. ഇവിടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം ഉള്ളൂ. ഞാൻ വിചാരിക്കണു ഇതും എന്തോ മാട്ടക്കേവാന്നാ. ഇടുക്കത്തെ വലിപ്പന്നൊക്കെ വിചാരിക്കണേ. എന്താ ഒളിച്ചോളി കളിക്കാൻ പോലും സ്ഥലമല്ലേ എൻ്റെ ഉള്ളു. ആദ്യ അണ്ണാച്ചി രണ്ടെണ്ണാച്ചിയുടെ ഒരുമിച്ച് കണ്ടോ. സെഞ്ചുറി കിൽഡ് ടൗൺ. മറ്റവനെ തീർത്തു. ഇനി നീയും കൂടി ഉള്ളു. തീർച്ചാത്തില്ലേ? സമാധാനമായില്ലേ? ഞാൻ വെട്ടിപ്പൊക്കട്ടെ. ഒരുത്തനും കൂടി ഉണ്ട്. അവനെ തട്ടാൻ സമയമില്ല. ഇവിടെ കേറി. നൈസ്. നമ്മളങ്ങനെ വെള്ളത്തി പകുതി സമയം മൈനിങ് പറഞ്ഞിട്ട് ആ കേബിളിൽ പോയി. മറ്റേ ഒരു കുഞ്ഞ സ്ഥലവും എന്നിട്ടുള്ള മറ്റേ മുള്ളു പോലത്തെ സാധനം കിട്ടിയില്ലേ? അവിടെ എന്തോടത് ക്യൂബോല ഇരിക്കണ? ക്യൂബോലല്ലോ, എന്താ പറയാ, എന്തോ സാധനം പോലെ ഇരിക്കുന്നുണ്ട്. ബാക്കിയില്ലാത്തൊരു ഒരു നൈസ് സംഭവമാണ്. ഓ ഗൈസ്, I got it. I got this cave. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് റിയൽ ഹണ്ടിങ് നടക്കാൻ പോകുന്നത്. അയ്യേ എൻ്റെ അണ്ണാച്ചിയെ എന്തോരാണ്. എനിക്ക് പേടി കേട്ടോ. ഞാൻ പോട്ടെ. കൊല്ലല്ലേ, ഞാൻ പാവാണേ. ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങളെ കൊല്ലാൻ പോകുന്നതാണോ? പക്ഷെ ഞാൻ കൊല്ലല്ല. പെട്ടെന്ന് പോവോ. തീ പിടിക്കാത്ത എന്താ റൂമാര്? എന്താ തീ പിടിക്കാത്ത? I got it.
കോച്ചി വന്നും പിടിക്കാവോ? അതിപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. എന്തായാലും ഇവിടെ തന്നെ കയറാം കേട്ടോ. ഇവിടെ തന്നെ കയറിയിട്ട് അമ്മ ഒന്നെങ്കിൽ ഇപ്പോൾ ഡീസ്പോണായി ഇപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ചാത്തന്മാരവിടെ തന്നെ ഉണ്ടാവും. ിരിക്കാം. ഡിസ്പോണെ പോയിണ്ട്. ഇതിൻ്റെ ഉള്ളില് ഉയ്യനെ പണി എന്ത് വിളിക്കുക? എടുക്കത്തല്ലേ? ഓഫ്, എന്തൊരു ഡയമണ്ടൊക്കെയാ. അയണൊക്കെ എന്ത് പണി ചാകര. ഓഫ്, കിട്ടിയില്ല വന്നത്. പൊന്നെ ഇത് കുറേ നേരം യാത്ര ചെയ്തിട്ടൊരു ഓപ്പണിങ്ങിലെത്തി. എന്ത് കുഞ്ഞൊക്കെ എവിടെ ഉള്ളത്? ഈ പറ്റിക്കാൻ തോന്നുന്നു മതി. ഇതെങ്കിലും കുറച്ച് ലോങ് ഉണ്ടായിരുന്നു. ഉള്ളെന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഗൈസിൻ്റെ പിത്തരം അത്രേ ഉള്ളൂ വൈബ്. ഇതിലേക്ക് വന്ന് തോന്നുന്നു ടോർച്ചൊക്കെ പിടിച്ചെടുക്കട്ടെ. വെറുതെ ടോർച്ച് വെച്ചിട്ട് ടോർച്ചുകളാണ്. പിന്നെ നിങ്ങൾ ജാവയിൽ ഇടണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത്. നിങ്ങൾ എന്താ ഒരു പവറില്ലാത്ത വ്യൂസൊക്കെ ഞാൻ വല്ല കേട്ടോ. ടോർച്ചൊക്കെ കൂടി രാത്രി ചെയ്യുന്നത്. ഇനി ഒറ്റ പണിയുള്ളൂ, സ്ട്രിപ്പ് മൈനിങ്. അയ്യോ ഓടിപ്പോട്ടല്ലേ ഞാനിപ്പോൾ ചാത്തന്മാരെ എനിക്ക് വിടോ. രാത്രി ക്രീപ്പർ അണ്ണാച്ചി വിടോ വഴി കിട്ടും. പക്ഷെ അമ്മേ എനിക്ക് പേടിയാവണു. ഓ ചത്ത എൻ്റെ ഇതല്ലേ വീടെൻ്റെ. അതെ അമ്മേ അണ്ണാച്ചി വന്നി. മോൺസ്റ്റേഴ്സ്. അമ്മേ ഞാൻ പറഞ്ഞു പണ്ടേ എൻ്റെ അടുത്തേക്ക് വരല്ലേ. അയ്യോ അമ്മേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ക്രീപ്പർ കൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് പൊട്ടിത്തെറിക്കും കൊരങ്ങന്മാർ. പണിയാം. ഇതൊക്കെ ഒരു പണിയാ. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. അത് തുടങ്ങാൻ പോണു. ഗൈസ് നമ്മൾക്ക് പുതിയ SMB പറഞ്ഞിരുന്നില്ലേ? SMBയുടെ കാര്യം. ഇവിടെ പേര് ഹോസ്റ്റാക്കി. നാളെ ഓപ്പണിംഗ് ആണ്. SMBയുടെ പേരിപ്പോൾ പറയണോ? ലുട്ടാപ്പി SMB. അപ്പം എൻ്റെ IP അഡ്രസ്സ് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എപ്പോഴെങ്കിലും വീഡിയോ ഇടാം. നമുക്ക് ബെഡ്റോക്ക് പ്ലസ് ജാവയാണ് ഫീച്ചേഴ്സ് പറയാം. ബെഡ്റോക്ക് പ്ലസ് ജാവ, SMB,
ട്രോളിങ് പറ്റും, പക്ഷെ ഉണ്ടാക്കാൻ പോണ വേറെ ബിൽഡിനൊന്നും പറ്റരുത്. ട്രോളിങ് പറ്റൂലേ അങ്ങനെ എടുത്ത് നോക്കിയിട്ട് പറയാം. പറ്റും. പിന്നെ /ഷോപ്പ് /ഹോം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം താല്പര്യമുള്ളവർ ഞാൻ ഇത് അസംബ്ലിനെ കുറിച്ച് വീഡിയോ ഉണ്ട്, അതിൽ കയറി ജോയിൻ ആവാം. ഞാനും ഉണ്ടാവും. ഇപ്പം അഡ്രസ്സ് ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കുറേ ഉണ്ടാവും. ഇപ്പം ഒഴിവാക്കാം. അത്രേ ഉള്ളൂ. ഒരു പണി പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം തന്നെ കുറച്ച് നേരമായി. എൻ്റെ ഒരു ഇപ്പോൾ കുറച്ച് 3 ഉണ്ട്. മറ്റേതും കൂടി ഉണ്ടാവണം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അയ്യോ ആവട്ടെ. പിന്നെ ഇവിടെ വീട് കഴിഞ്ഞ് വരുത്താൻ പോണ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നല്ലേ. ചുറ്റിനും ഈ മരം നടും. ചുറ്റിനും നമ്മൾ ചെറി ബ്ലോസത്തിൻ്റെ മരം നടും ഇടയ്ക്കിടയ്ക്ക്. എന്നാലും ഡാർക്ക് വൈബ് ആയിരിക്കും. മരം ഫുള്ള് ഇവിടെ വട്ടത്തിൽ നടും. അടുത്ത വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മരം വളർന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മരത്തിൻ്റെ സാപ്ലിങ് കൂടി ഉണ്ടായിരിക്കും. യെസ് ഗുയ്സ്, നമ്മുടെ സംഭവം സെറ്റായി. നമുക്ക് ബൂട്ടുണ്ടാക്കുന്നല്ലേ ഉണ്ടാക്കുന്നത് പറ്റും. ഈ ബൂട്ടിനെ ഉണ്ടാക്കുന്നത് നോക്കി. അതെ നമുക്ക് പുറത്തേക്ക് പോവാം. പിടുക്കും യഗുയിസ്. നമ്മൾ ഈ സാധനം തോട്ടിലേക്ക് എറിയാം എന്ന് പറയണമെന്നൊക്കെ ഉണ്ട്. അവസാനം എടുത്ത് വയ്ക്കാം ഞാൻ ആവശ്യം വന്നാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലിലേക്ക് അടിച്ചോട്ടോ. ഇപ്പോൾ ടാറ്റ ബൈ ബൈ.